വീതികളിൽ ഓംകാര ശബ്ദത്തിന്റെ ഉണർത്തുപാട്ടായി സർവചരാചരങ്ങൾക്കും ജനനിയായി വിശ്വപ്രപഞ്ചത്തിന്റെ അമൃത പയോധനിയെ നിറഞ്ഞേൽക്കുന്ന സർവീശ്വരിയാണ് ശ്രീ മുച്ചിലോട്ടമ്മ. കനകപ്പൊടിയാകുന്ന പുണ്യാമൃതം പകർന്നു നൽകി മാനവരുടെ ദുരിതമകറ്റുന്ന തമ്പുരാട്ടി, നിത്യകന്യകയായ തമ്പുരാട്ടി മുച്ചിലോട്ടമ്മയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ധന്യമായ ഈ ചടങ്ങ് വേദിയിൽ ആരംഭിക്കുകയാണ്. ആദ്യമായി ഈ വേദിയിൽ ഭദ്രദീപം തെളിയിക്കുന്നതിനായി ആദരണീയനായ കരിവള്ളൂർ വലിയച്ഛൻ ശ്രീ വി പ്രമോദ് കോമരം, ശ്രീ വളപട്ടണം മുച്ചിലോട്ടുകാവിലെ ശ്രീ രാജൻ അന്തിതിരിയൻ, കാവിലച്ചൻ ചന്ദ്രൻ കോമരം എന്നിവരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. നിറപറ ഒരുങ്ങി നിറയും മനതാരിൽ കതിരൊളി തിളങ്ങി മുച്ചിലോട്ടമ്പികേ നിൻ തിരുനടയിൽ കുമ്പിടുന്നീ പൈതങ്ങൾ ഞങ്ങൾ നിഷ്കാമനായി വണങ്ങിടുന്നേ. പൊയ്ക്കണ്ണണഞ്ഞും ചെമ്പൂവണിഞ്ഞും പൊന്നുടവാളേന്തി നിൽക്കുമമ്മേ ചന്ദ്രകലാധരി കാരുണ്യമൂർത്തി, ചന്ദ്രകലാധരി കാരുണ്യമൂർത്തി, നിത്യകന്യകയായതെന്തേ നിത്യകന്യകയായതെന്തേ. നിറദീപം തെളിഞ്ഞും നിറപറ ഒരുങ്ങി നിറയും മനതാരിൽ കതിരൊളി തിളങ്ങി പൂരം കുളിയും ചൊവ്വ വിളക്കും വടക്കേ വാതിലും കൊണ്ടാടുന്നു നിൻ തിരുനടയിൽ അലിയും മനസ്സുമായി മഞ്ഞൾ പ്രസാദം ചാർത്തുന്നു, മഞ്ഞൾ പ്രസാദം ചാർത്തുന്നു. നിറദീപം തെളിഞ്ഞും നിറപറ ഒരുങ്ങി നിറയും മനതാരിൽ കതിരൊളി തിളങ്ങി മുച്ചിലോട്ടമ്പികേ നിൻ തിരുനടയിൽ കുമ്പിടുന്നീ പൈതങ്ങൾ ഞങ്ങൾ നിഷ്കാമനായി വണങ്ങിടുന്നേ, നിഷ്കാമനായി വണങ്ങിടുന്നേ, നിഷ്കാമനായി വണങ്ങിടുന്നേ. ടാക്ട് അഥവാ തുഞ്ചത്താചാര്യ ചാരിറ്റബിൾ ട്രസ്റ്റ് 2007 ദുബായിലുള്ള പ്രവാസികളായ നോർത്ത് മലബാറിലെ സഹോദരങ്ങൾ ഒത്തുചേർന്ന് രൂപീകരിച്ച ഒരു ട്രസ്റ്റാണ് തുഞ്ചത്താചാര്യ ചാരിറ്റബിൾ ട്രസ്റ്റ്. നമ്മളെപ്പോഴും പറയും, ഒരു സംഭവത്തെ ആ സംഭവത്തിൻ്റെ ഉള്ളിൽ നിന്നും നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഒരു പ്രശ്നം അല്ലെ ആ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ്. ആ സംഭവത്തിനെ കുറച്ച് മാറി നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ആ സംഭവം എന്താണെന്ന് കൃത്യമായി തിരിച്ചറിയാനും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാനും സാധിക്കുന്നത്. അതേപോലെ തന്നെ ദേശം വിട്ട് ജോലിയും ബിസിനസ്സും തേടി മരുഭൂമിയിൽ പോയ ഒരു കൂട്ടം പ്രവാസികൾ നമ്മൾ പിറന്ന നാടിനെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് നമ്മുടെ അസ്തിത്വം, അതായത് നമ്മുടെ സംസ്കൃതി, നമ്മുടെ ആചാരങ്ങൾ എല്ലാം നിലനിന്ന് പോകണമെങ്കിൽ നമ്മുടെ ക്ഷേത്രങ്ങൾ നിലനിന്ന് പോകണമെന്നാണ്. അങ്ങനെ ക്ഷേത്രങ്ങൾ നിലനിന്ന് പോകണമെങ്കിൽ അതിന് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്നത് നമ്മുടെ ആചാരസ്ഥാനികരാണ്. പക്ഷേ
നമ്മൾ നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലായത് ആചാരസ്ഥാനികരുടെ ഇന്നത്തെ അവസ്ഥ വളരെ നിരാശയുണ്ടാക്കുന്നതാണ്. ആ മനസ്സിലാക്കലിലാണ് ടാക്ട് ആചാരസ്ഥാനികരുടെ ഉന്നമനം അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതിൽ നിന്നുണ്ടായതാണ് തുഞ്ചത്താചാര്യ ചാരിറ്റബിൾ ട്രസ്റ്റ്. അന്നു മുതൽ ഇന്ന് വരെ നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം നമ്മുടെ ആചാരസ്ഥാനികരെ നമ്മൾ മുൻനിരയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് 2009 മുതൽ ഇതേ വളപട്ടണം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് നമ്മൾ ആചാര്യ സംഗമങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അന്ന് നമ്മൾ അതിന് തുടക്കം കുറിച്ചപ്പോൾ പലരും പറയുന്നത് കേട്ടു, ഇത് പ്രവാസികളായ കുറച്ചുപേർ കാശിന്റെ തിളപ്പിന് എന്തൊക്കെയോ ചെയ്യുന്നതാണ്, ഇതൊന്നും തുടർന്ന് പോകില്ല എന്ന്. പക്ഷേ നമ്മൾ പറയുന്നത് എല്ലാവരും നമുക്കറിയാം, നമ്മുടെ ദേവി കേൾക്കുന്നുണ്ട്. ആ ദേവിയുടെ ശക്തിയുടെ പുറത്താണ് ഇന്നും നമ്മൾ 2025 ഇത് തുടർന്നു പോകുന്നത്. അതിന് നമുക്ക് ചെറിയ ഒരു ചാലഞ്ച് വന്നത് കോവിഡ് മഹാമാരി സമയത്താണ്. കോവിഡ് മഹാമാരി സമയത്ത് നമുക്ക് ആചാര്യ സംഗമങ്ങൾ നേരിട്ട് നടത്താൻ പറ്റാത്ത ഒരവസ്ഥയായി. നമ്മളെല്ലാവരും തന്നെ ജീവിക്കുമോ മരിക്കുമോ എന്നുള്ള ഒരവസ്ഥ വരെ ഉണ്ടായി. പക്ഷേ ആ സമയത്ത് പോലും ആചാരസ്ഥാനികരുടെ ക്ഷേമം നോക്കാൻ ടാക്ട് മുന്നിട്ട് നിന്നു. കൂടാതെ നമ്മൾക്ക് നേരിട്ട് നടത്താൻ പറ്റിയില്ലെങ്കിലും അവരുടെ ക്ഷേമത്തിന് വേണ്ടുന്ന ദക്ഷിണ നമ്മൾ കൃത്യമായി അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലും അതിനുശേഷം ക്ഷേത്ര കമ്മിറ്റികളുടെ ബാങ്ക് അക്കൗണ്ട് ത്രൂ ആചാരസ്ഥാനികർക്കും നേരിട്ട് കൊടുക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു. കൂടാതെ കോവിഡ് സമയത്ത് ഒരു സപ്പോർട്ട് എന്ന നിലയിൽ നമ്മളൊരു അഡീഷണൽ ഒരു പ്രവർത്തനം കൂടി നടത്തി എല്ലാ ആചാരസ്ഥാനികരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അതേ സമയത്ത് തന്നെയാണ് നമ്മൾ ആ വർഷം മുതൽ എല്ലാ വിഷുവിനും വിഷു കൈനീട്ടം കൊടുക്കാനും തീരുമാനിച്ചത്. അങ്ങനെ അത് ഇന്നേ വരെ എല്ലാ വർഷവും 2 തവണ വിഷുവിനും ഓണത്തിനും നമ്മുടെ ആചാരസ്ഥാനികർക്ക് അവരുടെ ദക്ഷിണ അവരെ കൈകളിലേക്ക് എത്തിക്കുന്നതിന് ടാക്ട് എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു തവണ ദക്ഷിണ കൊടുത്തുകൊണ്ടെല്ലാം ആവുമെന്ന്. ഇല്ല എന്ന് നമുക്ക് തീർച്ചയായും അറിയാം. പക്ഷെ ഇത് ടാക്ട് ചെയ്യുന്നത് നമ്മളുടെ സമൂഹത്തിന് ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനമായിട്ടാണ്. നമ്മുടെ സമുദായത്തിലുള്ള നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവരും നമ്മുടെ ആചാരസ്ഥാനികരെ സംരക്ഷിക്കണം എന്നുള്ളതിൻ്റെ ഒരു മാതൃകാപരമായ പ്രവർത്തനം മാത്രമാണ് ടാക്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ടാക്ടിനുള്ള ഒരു ഡ്രീം പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഭുവനേശ്വരി പൈതൃക കേന്ദ്രം ആൻഡ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിവിടെ ഈ പരിപാടിയുടെ ഇടയിൽ തന്നെ അതിൻ്റെ വീഡിയോസ് നമ്മൾ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ അതിൻ്റെ ഒരു രൂപം മനസ്സിലാവും. അതിൽ നിന്നും ടാക്ട് മെയിനായി ഉദ്ദേശിക്കുന്നത് നമ്മുടെ പൈതൃകം, നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ സംസ്കാരം, നമ്മുടെ ചിട്ടവട്ടങ്ങൾ ഇതൊക്കെ അടുത്ത തലമുറയിലേക്ക് കൈമാറാനുള്ള ഒരു വിശദമായ ഒരു പ്രൊജക്റ്റാണത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ വരും ഇതിൽ തന്നെ നിങ്ങളെല്ലാവരും അറിയിക്കുന്നതാണ്. അതിൻ്റെ കൂടെ ഇന്ന് ഇവിടെ നമ്മുടെ ഈ ആചാര്യ സംഗമം വേദിയിലെ അധ്യക്ഷനെ ഞാൻ ശ്രീ ഗണേഷ് കെ നായരെ നമ്മുടെ ഈ ആചാര്യ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഇന്ന് നമ്മുടെ ഈ ആചാര്യ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ജനകീയനായ നമ്മുടെ മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി, അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പരിചിതനായ നമ്മുടെ MLA ആണ്. വളരെ ജനകീയനാണ്. ഞാൻ തന്നെ എന്താ പറയുക ചിന്തിച്ചു പോയി, ഒരു MLAക്ക് ഇത്രയും എളിമ കാണിക്കാൻ പറ്റുമോ എന്നുള്ളത്. അദ്ദേഹം നമ്മുടെ ഈ പ്രദേശത്തിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ദൂരെ ഇരുന്ന് കാണുന്നുണ്ട്. നല്ല പ്രവർത്തനമാണ് നമ്മുടെ MLA കാഴ്ചവെക്കുന്നത്. അദ്ദേഹം അടുത്ത മിനിസ്ട്രിയിൽ ഒരു മന്ത്രി വരെ ആകണം എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതുകൊണ്ട് നമ്മുടെ ജനകീയനായ MLA ശ്രീ KV സുമേഷിനെയും നമ്മൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ ആചാരസ്ഥാനികരുടെയൊക്കെ വല്യച്ഛനായ ശ്രീ കരിവള്ളൂർ വല്യച്ഛൻ പ്രമോദ് കോമരത്തിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ഈ പരിപാടിയിൽ ആശംസാ പ്രസംഗത്തിന് സംബന്ധിച്ച് നമ്മളെ കൂടെ ഈ ഇതിൻ്റെ പ്രവർത്തനത്തിനെല്ലാം ചുക്കാൻ പിടിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന ശ്രീ VC നാരായണേട്ടൻ, പ്രസിഡന്റ് വാണിയ സമുദായ സമിതി കേരള, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
വളപട്ടണം മുച്ചിലോട്ടുകാവ് ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ എൻ ഹരീന്ദ്രൻ, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ കെ വി സതീശൻ, കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഷാജി കുന്നാവ്, വാണിയ സമുദായ സമിതി കേരളയുടെ സെക്രട്ടറി, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ പി കെ ഗോപാലകൃഷ്ണൻ, തുഞ്ചത്താചാര്യ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പാട്രണാണ്, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ ഈ പരിപാടിയുടെ നന്ദി പ്രകാശനത്തിന് ഇവിടെ എത്തിച്ചേർന്ന ശ്രീമതി വാസന്തി സുരേഷ്, ടാക്ട് ദുബായിയുടെ ട്രഷററാണ്, അവർകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവസാനമായി ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ നികേഷ്, ടാക്ട് ദുബായ് ടാക്ടിൻ്റെ സെക്രട്ടറിയാണ്, പാപ്പിൻശ്ശേരി സ്വദേശം. ഞാനും ഇവിടെ എല്ലാവരെയും നമസ്കരിക്കുന്നു. അതുകൂടെ ഇന്നിവിടെ നമ്മുടെ ആചാര്യ സംഗമത്തിന് എത്തിച്ചേർന്ന എല്ലാ ആചാര സ്ഥാനികരെയും ഗുരു കാരണവന്മാരെയും ബന്ധുമിത്രാദികളെയും സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയും ടാക്ടിൻ്റെ പ്രവർത്തകരെയും ടാക്ടിൻ്റെ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സിനെയും എല്ലാവരെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഉദ്ഘാടകൻ ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ സാർ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ശക്തി ചൈതന്യമായ മുച്ചിലോട്ട് ഭഗവതിയുടെ പാതാരവിന്ദങ്ങളിൽ ഞാൻ ഭക്ത്യാദരപൂർവ്വം ആദ്യമായും പ്രണമിക്കുകയാണ്. ഈ ആചാര്യ സംഗമത്തിൽ പങ്കെടുക്കുന്ന അഭിവന്ദരായ ആചാര്യന്മാർ, അനുബന്ധമായി പങ്കെടുക്കുന്ന സുഹൃത്തുക്കൾ, ഈ ചടങ്ങിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ശ്രീ ഗണേഷ് കെ നായർ, സ്വാഗതമാശം നികേഷ്, മുഖ്യാതിഥിയായി പ്രഭാഷണക്രമം നിർവഹിക്കുന്ന സമാഗതനായ നിയമസഭയിലെ ഞങ്ങളുടെ സഹപ്രവർത്തകനും സുഹൃത്തും സഹോദരനുമായ കെ വി സുമേഷ് MLA, മറ്റ് കർമ്മങ്ങൾ നിർവഹിക്കുന്ന കരിവള്ളൂർ വല്യച്ഛൻ പ്രമോദ് കോമരം, VC നാരായണൻ, N ഹരീന്ദ്രൻ, PK ഗോപാലകൃഷ്ണൻ, KV സതീശൻ, ഷാജി കുന്നാവ് തുടങ്ങി പേരെടുത്ത് പറയേണ്ട നിരവധി വ്യക്തിത്വങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. ഇന്ന് ചിങ്ങം 1 കർഷക ദിനമായി ആചരിക്കാൻ വേണ്ടി എല്ലാ പഞ്ചായത്തുകളിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് എനിക്കിന്ന് 10 പരിപാടിയിലേ പങ്കെടുക്കാനുള്ളൂ. ആചാര്യസ്ഥാനീയന്മാരുടെ സാന്നിധ്യം തന്നെ അതീവ ഭക്തിനിർഭരമായ ആത്മീയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഗമീതിയാണ്. ആചാരസ്ഥാനീയന്മാരുടെ നിരവധി വിഷയങ്ങളും പ്രശ്നങ്ങളും മുൻപന്തിയായിരുന്നപ്പോഴും ഇപ്പോഴെല്ലാം തന്നെ ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം അതിൻ്റെ ചുമതല വഹിച്ചിരുന്ന കാലത്ത് ചെറിയ ചില സഹായങ്ങൾ ചെയ്യാൻ സാധിച്ച് ഞാൻ ഓർമ്മിക്കാം. ആചാരസ്ഥാനീയന്മാരുടെ സാന്നിധ്യം, അവരുടെ സേവനം, അവരുടെ ഭക്ത്യാതിർവം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ ജീവിത സമർപ്പണം, അതെല്ലാം വളരെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ആത്മബോധത്തിൻ്റെ കൂടി ഭാഗമാണ്. ദിവംഗതനായ എൻ്റെ പിതാവ് ചെറുശ്ശേരി കൃഷ്ണഗുരുക്കൾ, അദ്ദേഹം ആചാരസ്ഥാനീയന്മാരെക്കുറിച്ച്, മുച്ചിലോട്ട് ഭഗവതിയെക്കുറിച്ച്, ക്ഷേത്ര ആചാരങ്ങളെക്കുറിച്ച്, വിശ്വാസങ്ങളെക്കുറിച്ചെല്ലാം തന്നെ ഒരുപാട് ഉപദേശങ്ങളും പഠനപരമായ കാര്യങ്ങളുമൊക്കെ നൽകിയിട്ടുള്ളതാണ്. ഇതെല്ലാം പഴയ കാലഘട്ടം. അതുകൊണ്ട് ആചാരസ്ഥാനീയന്മാരുടെ ചെറുതും വലുതുമായ ഏത് പരിപാടികളിലും അറിഞ്ഞാൽ വിളിച്ചാലും വിളിച്ചില്ലെങ്കിൽ അവിടെ എത്തിച്ചേരുന്നതിനുള്ള ഒരു ആത്മബോധം ഈ എളിയവനായി ഞാൻ പലപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. ഈ ആചാര്യസംഗമത്തിൻ്റെ ഉത്കൃഷ്ടമായ ഭാവങ്ങൾ, അതിന് ആത്മീയ ബോധം, വിശ്വാസങ്ങളുമായി മുന്നോട്ട് പോകുന്ന തീർത്ഥയാത്ര പോലെ സംശുദ്ധമായ ആചാര്യ സംഗമീതിയുടെ ആത്മചൈതന്യം, ഇതെല്ലാം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ ഹൃദയപൂർവ്വം ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും അതിന് നിത്യചൈതന്യമായ മുച്ചിലോട്ട് ഭഗവതിയുടെ എല്ലാ അനുഗ്രഹാശസ്സുകളും ഉണ്ടാകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളിവരുടെ ഈ അനുവാദത്തോടെ, അനുഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ
ഈ മഹിതമായ സംഗമീതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം സ്നേഹാദര പരസ്പരം, സന്തോഷ പരസ്പരം, വിനയപരസ്പരം ഭക്തിനിർഭരമായി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം തന്നെ ആയുരാരോഗ്യം, സന്തോഷവും സമൃദ്ധി നിറഞ്ഞ ഓണ ആശംസകൾ കൂടി നേർന്നുകൊണ്ട് പോകാൻ അനുവാദം നൽകണമെന്ന അപേക്ഷയോടെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ദക്ഷിണയും പുടവയും ഏറ്റുവാങ്ങുന്നതിനെ ആദരണീയനായ കരിവള്ളൂർ മുച്ചിലോട്ട് അന്തിതിരിയൻ ശ്രീ EV കൃഷ്ണൻ അന്തിതിരിയൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ആണ് ഇന്നിവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെ ഏവരെയും ടാക്റ്റിന് വേണ്ടി അഭിസംബോധന ചെയ്യുന്നത്. 5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ആചാര്യ സംഗമം സംഘടിപ്പിക്കുവാൻ തീരുമാനമുണ്ടായപ്പോൾ തുടക്കം വീണ്ടും വളവട്ടണംകാവിൽ നിന്ന് തന്നെ എന്ന ചിന്ത ശരിവെക്കുകയാണ് ഇന്നിവിടെ കാണുന്ന ജനബാഹുല്യം, കർക്കിടം ഇടവേള കഴിഞ്ഞ് കല്യാണങ്ങൾക്കുള്ള സുദിനമായി കണക്കാക്കുന്ന ചിന്ന പുലരി ഇത്തവണ ഞായറാഴ്ച കൂടിയായതിനാൽ മിക്കവർക്കും ഒന്നിലധികം പരിപാടികളും കാര്യങ്ങളും ഉണ്ടായിരിക്കും എന്ന് അറിയാവുന്നതാണ്. ചടങ്ങുകൾ പങ്കെടുക്കുന്ന സാഹചര്യമുണ്ട്. എന്നിട്ടും ഇന്നിവിടെ വന്നു ചേരുവാൻ നിങ്ങൾ ഓരോരുത്തരും കാണിച്ച താല്പര്യത്തെ ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു. ആചാര്യസ്ഥാനികളോട് ടാക്റ്റിനുള്ള പ്രതിപത്തിക്ക് ആക്കം കൂട്ടാൻ നിങ്ങൾ നൽകുന്ന പിന്തുണ, വിശ്വാസവും അനിവാര്യമാണ്. ഒരു വ്യക്തി ഒറ്റയ്ക്ക് ചെയ്യുന്ന നന്മകൾ ഒരു കൂട്ടം ചേർന്നാൽ മെച്ചപ്പെടും. സമൂഹം ഒന്നടങ്കം ഒത്തുപിടിച്ചാൽ മഹത്തായതും ആകുമെന്നത് കാലം തെളിയിച്ച ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ടാക്റ്റ് ചെയ്തു വരുന്ന മിക്ക പ്രവൃത്തികളും ഒരു പ്രതീകം മാത്രമാണ്. അത് കാണുന്നവർക്കൂടി പ്രചോദനമായി ഓരോ ആളും തന്നാൽ കഴിവത് ചെയ്യാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് ടാക്റ്റ് ഉദ്ദേശിച്ചത് ശരിക്കും നടപ്പിൽ ആവുക. കാവുകളും കളിയാട്ടങ്ങളും കാണാനും ആസ്വദിക്കുവാനും മിക്കവാറും എല്ലാവരും വലിയ താല്പര്യം ഉള്ളവരാണ്. പക്ഷേ ഈ സംസ്കാരവും പാരമ്പര്യവും ചടങ്ങുകളും നിലനിന്നു പോകാൻ ആചാരസ്ഥാനികരെ പോലുള്ളവർ ഒരുപാട് ത്യാഗം സഹിക്കുന്ന കാര്യം പൊതുവെ വേണ്ടത്ര മനസ്സിലാക്കാതെ പോകുന്നു. അവരുടെ ക്ഷേമത്തിനും ആരോഗ്യത്തിനും അർഹിക്കുന്ന കരുതലുകൾ വിശ്വാസികൾ പോലും നിലകൊള്ളാതെ കളിയാട്ടങ്ങൾ കെങ്കേമമായി നടത്തുന്നതിലെ യുക്തിരാഹിത്യം നമ്മൾ തിരിച്ചറിയണം. ആചാര്യ ജീവിതം ഉപാസിക്കാൻ വരും ആളുകൾക്ക് ആഗ്രഹം തോന്നണം. എങ്കിലും ഇപ്പോഴത്തെ ആചാരപ്പെട്ടവരോടുള്ള നമ്മുടെ ഒക്കെ സമീപനം ഏറെ മെച്ചപ്പെടണം. ഇത്തരം സംഗമങ്ങളിലൂടെ അവരെ ബഹുമാനിക്കുവാനുള്ള ബോധം കുറച്ച് പേരിലെങ്കിലും ഉദിക്കുമെന്ന് ടാക്റ്റ് ഉറച്ച് വിശ്വസിക്കുന്നു. വളരെ സന്തോഷമുള്ള ഒരു സന്ദർഭമാണിത്. നമ്മളെല്ലാം ആഗ്രഹിച്ചത്, ടാക്റ്റിൻ്റെ ഭാരവാഹികളും പ്രധാനമായി ആഗ്രഹിച്ചത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തണമെന്നൊരാഗ്രഹമാണ് പ്രധാനമായിട്ട് അവർക്കെല്ലാം ഉണ്ടായിരുന്നത്. അതുമായി നമ്മളെല്ലാം കൂട്ടായി ഒരു വലിയ ശ്രമം നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ബഹുമാനപ്പെട്ട മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി മിനിസ്റ്ററോട് അദ്ദേഹത്തിന് പെട്ടെന്ന് പോവേണ്ടി വന്നത് വയനാട് അദ്ദേഹം ഏറ്റ പരിപാടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് അത് കട്ട് ഷോട്ട് ചെയ്തിട്ടാണ്, മാറ്റിയിട്ടാണ് അദ്ദേഹം അങ്ങോട്ട് പോയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പോവേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായത്. അപ്പം അതിൽ ഒരു പ്രയാസം, പരിഭവം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ കാര്യം മുഖ്യമന്ത്രി പ്രത്യേകിച്ച് നിങ്ങളെ അറിയിക്കണം എന്നറിയിച്ചിട്ടുണ്ട്. എല്ലാ ആശംസയും ഈ ചടങ്ങിന് പ്രത്യേകമായി അറിയിക്കാനും അദ്ദേഹം പറയുകയും ചെയ്യേണ്ട ആ കാര്യം ഔദ്യോഗികമായി തന്നെ ഇവിടെ എല്ലാവരെയും അറിയിക്കുകയാണ്. ഇത് വളരെ സന്തോഷമുള്ളൊരു സംഘമാണ്. തീർച്ചയായും ടാക്റ്റ് എടുക്കുന്ന ഈ മുൻകൈ, നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ഇവിടെ നികേഷ് പറഞ്ഞ പോലെ കരിവള്ളൂർ വലിയച്ഛനുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ നമ്മുടെ ഒരു വിശ്വാസ രീതിയുടെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രമായ മുച്ചിലോട്ട് കാവുകൾ, ആ കാവുകളിൽ കോമരമായി നിൽക്കുന്നവർ, ആചാര്യസ്ഥാനത്തുള്ളവർ, അങ്ങനെയുള്ളവരെ പരിഗണിക്കപ്പെടുന്നു. അവർക്ക് ഇതാരോ എന്തെങ്കിലും പ്രതിഫലം ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ല.
എന്നെല്ലാവർക്കും നന്നായിട്ട് അറിയുകയും ചെയ്യാം. എന്നാലും അവർക്കൊരു പ്രധാനപ്പെട്ട ഒരു പരിഗണന, അവർക്കൊരു സന്തോഷം പകർന്നു നൽകുന്ന ഒരു മുഹൂർത്തം അതിൻ്റെ ഭാഗമായി ഉണ്ടാകുക. കോവിഡിൻ്റെ കാലത്തുൾപ്പെടെ നടത്തിയിട്ടുള്ള ടാക്ട് നടത്തിയ ഇടപെടൽ. ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ ഒരു പരിപാടിയിൽ ടാക്ട് ഇതുപോലെ സംഘടിപ്പിച്ച ചേംബറിൽ നടന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഏതായാലും വളരെ നല്ലൊരു കരുതലാണ്, മാതൃകയാണ്. ടാക്ടിനെ, അതിൻ്റെ ഭാരവാഹികളെ പ്രത്യേകിച്ച് പ്രശംസിക്കുകയാണ്. എല്ലാവരും മുച്ചലോട്ടുകാവിൻ്റെ ഭാഗമായി ആ വിശ്വാസ ദേവിക്ക് മുന്നിൽ മനസ്സർപ്പിച്ച് അതിൻ്റെ ഭാഗമായിട്ട് ജീവിതം തന്നെ അതിന് സമർപ്പിച്ച ഏറ്റവും ആദരണീയരായ വ്യക്തികളാണ്. ചെറുപ്പകാലം മുതലേ ഞങ്ങളെല്ലാം കാണുന്നതാണ്. പരിപ്പായിലെ അതിൻ്റെ ചുമതലയുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്, അവർ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളൊക്കെ ചെറിയ പ്രായമായത് മുതൽ പരിപ്പായി അവിടെ മുച്ചലോട്ടുകാവിലേക്ക് പോവുകയും അതിൻ്റെയൊക്കെ ഭാഗമായി നമുക്കൊക്കെ പരിചയമുള്ള ഒരുപാട് ആളുകൾ. അവരാരും പുറത്തെന്തെങ്കിലോ അല്ലെ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഈ കാര്യം ചെയ്യുന്നത്. ദേവിക്ക് മുന്നിൽ ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ്. എന്നാലും അവർക്കൊരു പരിഗണന, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാര്യം ഉണ്ടാവുന്നു എന്നത് അവരെ സംബന്ധിച്ച് വളരെ ആത്മവിശ്വാസത്തോടെ നല്ലതുപോലെ ഒരു തുടർച്ച പരമ്പര എന്ന നിലയിൽ വിശ്വാസ രീതികൾക്കും അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇതിന് വലിയ പ്രാധാന്യം സ്വാഭാവികമായും പൊതുസമൂഹത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഉണ്ടാകുകയും ചെയ്യും. നിശ്ചയമായും ആ അർത്ഥത്തിൽ സംഘടിപ്പിച്ച ഈ പ്രോഗ്രാം ഏറ്റവും മനോഹരമാണ്, ഏറ്റവും സന്തോഷകരമാണ്. അതിൻ്റെ ഭാഗമായി മാറാൻ കഴിഞ്ഞുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തുന്നു. ഒരു വലിയ കൺവെൻഷൻ സെൻറ്റർ പോലുള്ള ഒരു ഐഡിയ അവർ പ്രധാനമായും രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാരമ്പര്യവും ചരിത്രവും മുച്ചലോട്ടുകാവുകളുടെ പ്രത്യേകതയൊക്കെ വെച്ചുള്ള മ്യൂസിയം ടൈപ്പുള്ള ഒരു സംവിധാനം പ്രധാനമായിട്ട് അവർ ആലോചിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. നമുക്ക് കൂട്ടായിട്ട് ശ്രമിക്കാം. ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ലീസിന് ലാൻഡിൽ വാങ്ങി ഒരു വലിയ നിലയിൽ ആലോചിക്കുന്ന ഒരു പ്രോജക്റ്റാണ് പ്രധാനമായും തയ്യാറാക്കിയിരിക്കുന്നത്. കൂട്ടായി നമുക്ക് മുഖ്യമന്ത്രിയോട് തന്നെ ആ കാര്യം സംസാരിക്കാം. അതിനായിട്ട് നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഇടപെടൽ നടത്താം. പറ്റാവുന്ന ഈ ഹെഡ് ക്വാർട്ടേഴ്സിൽ തന്നെ നഗരപരിധിയിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു റവന്യൂ ലാൻഡ് കണ്ടെത്താനുള്ള നീക്കമാണ് ഇപ്പോൾ കൂട്ടായിട്ട് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. അത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ആ അർത്ഥത്തിലുള്ള ഒരു വലിയ ശ്രമം നടത്തി അതിന് നടക്കാൻ കഴിയുന്ന ഒരു കാര്യമേ ഉള്ളൂ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും യോജിച്ച് നിന്നാൽ നമുക്ക് കാര്യം നടത്തിക്കാൻ ആവശ്യമായ ഒരു പ്രധാനപ്പെട്ട കാര്യവും അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ലഭ്യമാവേണ്ട ഏതെങ്കിലും സഹായങ്ങൾക്ക് അതിൻ്റെ ഭാഗമായി ജനപ്രതിനിധി എന്ന നിലയിൽ ഞങ്ങളുടെയൊക്കെ പരിപൂർണമായ പിന്തുണയും സഹായവും നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് സ്നേഹപൂർവ്വം ഈ സദസ്സിനെ അറിയിച്ചുകൊണ്ടും മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോവാതെ ടാക്ടിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്ന ആചാര്യ സ്ഥാനീയന്മാരെ വിശ്വാസ പരമ്പര അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സമർപ്പണം, മുച്ചലോട്ടുകാവുകൾ അത് സമൂഹത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വളരെ പ്രകാശപൂരിതമായ ഒരു സന്ദേശത്തെ മനസ്സിൽ നെഞ്ചേറ്റി അതിനുവേണ്ടി മാത്രം ജീവിതം സമർപ്പിച്ചിട്ടുള്ള കുലീനരും ആദരണീയരും വിശിഷ്ടരുമായ ആചാര്യന്മാരുടെ മുമ്പിൽ ആദരപൂർവ്വം ശിരസ് നമിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാ അർത്ഥത്തിലുള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. തുഞ്ചത്താചാര്യ ചാരിറ്റബിൾ ട്രസ്റ്റ് കഴിഞ്ഞ 15 വർഷക്കാലമായി ആചാരസ്ഥാനികരുടെ ഉന്നമനത്തിന് വേണ്ടി ഒരു മാതൃകാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അതിനുശേഷമാണ് നമ്മുടെ പല ക്ഷേത്രങ്ങളിലും ഈ ഒരു മാതൃകാ പ്രവർത്തനം ഏറ്റെടുക്കുകയും പലപ്പോഴും ഇതുപോലുള്ള മറ്റ് സംഘടനാ രൂപങ്ങളും പല ക്ഷേത്രപരിധികളിൽ അവരുടെ ക്ഷേത്രസ്ഥാനികരെയെങ്കിലും ആദരിക്കാൻ മാതൃകയായി ഈ പരിപാടിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നതാണ്. അതോടൊപ്പം ഇവിടെ പ്രിയപ്പെട്ട MLA നമ്മളെ മുന്നിൽ അവതരിപ്പിച്ചു ആചാരസ്ഥാനികരുടെ നമുക്ക് സർക്കാരിൽ നിന്ന് അനുവദിച്ചു നൽകുന്ന വേതനത്തിൻ്റെ കാര്യത്തിൽ 2000 രൂപയാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് അദ്ദേഹം നമ്മളോട് പറയുകയും അതിന് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പ്രിയപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ പരിപാടിയിൽ വരികയായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് നമ്മുടെ ടാക്ടിൻ്റെ ഈ പരിപാടി പ്രോഗ്രാം ചെയ്തു വരുമ്പോൾ കുറച്ച് വൈകിപ്പോയത് കൊണ്ട്, കാരണം കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹവും പറഞ്ഞത് കുറച്ചും കൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ ഈ പരിപാടി അങ്ങോട്ട് മാറ്റിവെച്ച് ഞാൻ സംബന്ധിക്കുമായിരുന്നു എന്ന് ഇതിൻ്റെ ഭാരവാഹികളോട് അറിയിച്ചപ്പോൾ
നമ്മോടൊരു താല്പര്യം ഈ പറയുന്ന പ്രതിനിധികൾക്കൊക്കെ, മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന ജനപ്രതിനിധികൾക്കൊക്കെ നമ്മളെപ്പോലുള്ള ആളുകളോടൊരു താല്പര്യമുണ്ട് എന്നുള്ളത് ഒരു പൊതുബോധം നമുക്കും ഉണ്ടാകണം. നിലവിൽ നമുക്കറിയാം, ഈ 2025 മാർച്ച് വരെയുള്ള തുക നമ്മൾക്ക് ലഭിച്ചു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു 3 മാസം മുമ്പ് പല ആചാരസ്ഥാനികരുടെ ഫോണുകളിലേക്ക് ബാങ്കിൽ നിന്നൊരു മെസ്സേജ് വന്നു, 4800 രൂപ എത്തിയിട്ടുണ്ട്. എന്തിനാണെന്ന് ആർക്കും അറിയില്ല. അപ്പം നമ്മളോട് വിളിച്ചു ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ പൈസ വന്നിട്ടുണ്ട്, അവരോട് ചോദിക്കണം, അത് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കണം എന്ന് അറിയുമ്പോഴാണ് നമ്മുടെ സ്ഥാനികർക്ക് ഇപ്പോൾ വാങ്ങുന്ന ആളുകൾക്ക് ഏത് മാസം വരെ വാങ്ങി അല്ലെങ്കിൽ നമുക്ക് കിട്ടിയെന്ന് പോലും പറയാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇനിയും ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോഴും അദ്ദേഹം ഇവിടെ MLA പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല, മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞൊരു വാക്കാണ്, അടുത്ത ഇലക്ഷന് നിങ്ങളുടെ മുന്നിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് 2000 രൂപ പ്രഖ്യാപിക്കാൻ പറ്റും, തരാൻ പറ്റുമെന്നുള്ളത്. അത് വാങ്ങിക്കാൻ നമ്മൾ അർഹരാണ് എന്ന് ആചാരസ്ഥാനികരുടെ നമ്മുടെ സമുദായവും തീരുമാനിക്കുകയാണെങ്കിൽ നമുക്കത് ലഭിക്കും. ആ ബോധം അവർക്ക് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള ബോധം ഈ രാഷ്ട്രീയ സമൂഹത്തിനും ഉള്ളത് കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിലൂടെ നമ്മളുടെ സംഘബോധം നമുക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള അവസരം കൂടി ഉപയോഗിക്കാൻ നമ്മൾ ഏവരും, നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ. നമ്മൾ പഴയ കഥ പറയുന്ന പോലെ, പട്ടര് പറഞ്ഞതുപോലെ നമുക്ക് എന്ത് കിട്ടുമെന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യമെന്ന രീതിയിൽ നമ്മൾ ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വേദികളിൽ നമ്മുടെ ശക്തി കാണിച്ചു കൊടുക്കാൻ പറ്റിയാൽ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മാത്രം ഈ പരിപാടി ഇവിടെ ഇതുപോലെ കഴിഞ്ഞ 15 വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ടാക്ട് ഭാരവാഹികൾക്ക് എന്നെ സംബന്ധിച്ചോളമുള്ള അനുഗ്രഹ ഭാഷണം. കാരണം ആചാരസ്ഥാനികരെ അല്ലല്ലോ അനുഗ്രഹിക്കേണ്ടത്. ഈ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആചാരസ്ഥാനികരുടെയും പേരിൽ ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഈ സമൂഹവും ഉണ്ട്. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും എല്ലാവിധ നന്മകളും മംഗളങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഈ ആചാരസ്ഥാനികർക്ക് മുഴുവൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇത്തരം മഹത്തായ ഒരു ചടങ്ങ് എല്ലാ വർഷവും ടാക്ട് ദുബായ് നടത്തിക്കൊണ്ടുവരികയാണ്. നമ്മുടെ ഉള്ളറിഞ്ഞ് നമ്മുടെ ആവശ്യം എന്താണ് എന്ന് അറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ടാക്ട്. എന്നും ഈ സമുദായത്തോടൊപ്പം തോൾ ചേർന്ന് ഈ സമുദായത്തിൻ്റെ ഉയർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കുന്ന ഏറ്റവും സമുദായ സ്നേഹിയായ ഗൾഫിൽ ജോലി ചെയ്ത് ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ടാക്കിയ ടാക്ട് സംഘടന മാതൃകാപരമായ പ്രവർത്തനം നടത്തി ഇന്ന് മുന്നോട്ട് പോവുകയാണ്. അവരുടെ ജൈത്രയാത്രയോടൊപ്പം നമുക്കും പോകാം എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. അതുപോലെ തന്നെ വാണ്യ സമുദായ സമിതിയും ഈ സമുദായത്തിന് വേണ്ടിയുള്ള പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. സമുദായത്തിൽ അവശത അനുഭവിക്കുന്ന ആളുകളെ എങ്ങനെ മുൻനിരയിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ആസൂത്രണം കണ്ടുപിടിച്ചുകൊണ്ട് അതിനുള്ള പ്രതിവിധിയായുള്ള പ്രവർത്തനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് വാണ്യ സമുദായ സമിതി ശ്രമിക്കുന്നത്. വാണ്യ സമുദായ സമിതി കഴിഞ്ഞ ഈ വരുന്ന 3 വർഷക്കാലത്തേക്കുള്ള പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുകയും അതിൻ്റെ ബഡ്ജറ്റ് രൂപീകരിക്കുകയും അത് പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട്. പാവപ്പെട്ട നമ്മുടെ കുട്ടികൾക്ക്, പഠിക്കാൻ പ്രാപ്തിയില്ലാത്ത സാമ്പത്തിക ശേഷിയില്ലാത്ത ആളുകൾക്ക് +1 വിദ്യാഭ്യാസ ആരംഭം മുതൽ തന്നെ ഒരു വർഷം 3000 രൂപ അവർക്ക് നൽകിക്കൊണ്ട് ഒരു വിദ്യാ കിരൺ എന്ന പരിപാടിക്ക് രൂപം കൊടുക്കുകയാണ് വാണ്യ സമുദായ സമിതി. അതുതന്നെ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമായ ഫണ്ടുകൾ സ്വരൂപിക്കുവാനും ഞങ്ങൾ മുതിർന്നുണ്ട്. അങ്ങനെ ഈ സമുദായത്തിൻ്റെ സർവ്വതോന്മുഖമായ പുരോഗതിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവരുടെ ഐക്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിന് എല്ലാവിധ പിന്തുണയും നൽകണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. നമ്മൾ നമ്മുടേതായ മാർഗം കണ്ടെത്തിയാൽ പോരാ. സർക്കാരിൽ നിന്ന് കിട്ടേണ്ടുന്ന പല ആനുകൂല്യങ്ങളും നമുക്ക് ലഭിക്കാത്തൊരു സാഹചര്യം ഇന്നലെ വരെ ഉണ്ടായിട്ടുണ്ട്. ടാക്ട് ദുബായ് ഇപ്പോൾ എന്നും നമ്മളോടൊപ്പം കൈകോർത്തുകൊണ്ട് ഒരു സഹോദര സംഘടനയെപ്പോലെ ഞങ്ങൾ ഒന്നിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. അങ്ങനെയായിരുന്നു മുമ്പും പോകാറുള്ളത്. ആ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് ഞങ്ങൾ പോകും. കൂടാതെ നമുക്കുള്ളൊരു പ്രത്യേകത, ഈ സമുദായത്തിനുള്ള പ്രത്യേകത എന്താണെന്ന്, നമ്മുടെ സമുദായത്തിന് മാത്രമാണ് ഒരു ദേവി എന്നുള്ള സങ്കല്പം.
മുച്ചിലോട്ട് ഭഗവതി എന്ന ദേവി വാണി സമുദായത്തിന് മാത്രമാണ്. മറ്റെല്ലാ സമുദായങ്ങൾക്ക് ഈഴവ സമുദായം എടുത്ത് നോക്കിയാൽ കൂർമ്പ ഭഗവതി, പൂമാല ഭഗവതി, അങ്ങനെ 3-4 ഭഗവതിമാരുണ്ട്. ഒരു ഭഗവതി എല്ലാവർക്ക്. പത്മശാലി എടുത്ത് നോക്കിയാലും യാദവരെടുത്ത് നോക്കിയാലും ഒരു ദേവിയുടെ കീഴിൽ നിൽക്കുന്നത്. പക്ഷേ നമ്മൾ മുച്ചിലോട്ട് ഭഗവതി എന്ന ഒരു ദേവിയുടെ കീഴിൽ അണിനിരക്കുന്നവരാണ്. മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രമാണ് നമ്മുടെ ആസ്ഥാനം. പക്ഷേ മറ്റ് സമുദായങ്ങളിൽ പല ക്ഷേത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രങ്ങളുടെ ഏകോപനം വളരെ അത്യാവശ്യമാണ്. മുഴുവൻ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര ഭാരവാഹികളും ക്ഷേത്രങ്ങളും ഒന്നിച്ചണിനിരന്നുകൊണ്ട് ഒരു ഏകീകൃത ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ ആചാരക്കാർക്കും സമുദായങ്ങൾക്കും ഗുണകരമാകുന്ന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രീകരിക്കാൻ പല മുച്ചിലോടുകൾ ഇന്ന് സമ്പന്നമായ മുച്ചിലോടുണ്ട്, സമ്പന്നതയിൽ നിന്ന് മുന്നോട്ട് പോയ മുച്ചിലോട്ടുണ്ട്, വളരെ പിന്നോക്കം നിൽക്കുന്ന മുച്ചിലോടുമുണ്ട്. ഈ മുച്ചിലോട് ഏകീകരിക്കാൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ ഏകീകൃത ദേവസ്വം ബോർഡ് മുച്ചിലോട് ഭഗവതി ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ച് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് സഹായിക്കുകയുള്ളൂ. ഇവിടെ ഈ സംഗമം നടത്തണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. ഞങ്ങൾ അതിനു വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്തു തരാം. അതുകൊണ്ട് ടാക്ടിനും മറ്റുള്ളവർക്കും നന്ദി അറിയിച്ചു. ജീവിതം മുഴുവൻ കാവിനും അമ്മയുടെ കാൽപാദങ്ങളിലും അർപ്പിച്ച ഈ ആചാരപ്പെട്ടവർക്ക് കൊല്ലം തോറും മരുഭൂമിയിൽ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന വേതനത്തിൻ്റെ അല്ലെങ്കിൽ വരുമാനത്തിൻ്റെ ഒരു ഭാഗം നീക്കിവെച്ച കൊല്ലം തോറും നിങ്ങൾ ശുശ്രൂഷിക്കുന്ന ഈ ടാക്റ്റിൻ്റെ പ്രവർത്തകർക്ക് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ ട്രാക്റ്റിൻ്റെ ആചാര സംഗമമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു മഹാനായിട്ടുള്ള മനുഷ്യൻ്റെ നാമധേയത്തിലാണ് ട്രാക്ക് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അദ്ദേഹം തുഞ്ചത്ത് എഴുത്തച്ഛൻ 16-ാം നൂറ്റാണ്ടിൽ ഇവിടെ ജീവിച്ച മനുഷ്യനാണ്. അദ്ദേഹം മലയാള ഭാഷയുടെ പിതാവും ആണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു മതേതരവാദിയാണ്, ജനാധിപത്യവാദിയും കൂടിയാണ്. ആ ഒരു ധാരണ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. തീർച്ചയായിട്ടും ഇവിടെ ആചരിക്കപ്പെടുന്ന മനുഷ്യർ, നമ്മുടെ എല്ലാം കാവുകളിലുള്ള ആചാരപ്പെട്ട മനുഷ്യർ, അവരെ നിർബന്ധമായിട്ടും ആദരിക്കേണ്ടവർ തന്നെയാണ്. ഒരു വലിയ പ്രയാസം അനുഭവിക്കുന്ന വിഭാഗമാണ് ക്ഷേത്രങ്ങളിൽ ഇതുപോലെ ആചാരപ്പെട്ട മനുഷ്യർ. ഇവിടെ സംവരണം വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും സംവരണം ആവശ്യം തന്നെയാണ്. സംവരണമാണ് അധസ്ഥിത ജനവിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. അത് നിലനിർത്തേണ്ടത് തന്നെയാണ്. പക്ഷെ നമ്മുടെ CP കൃഷ്ണൻ നായർ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് സംവരണം കിട്ടിയിരുന്നു. ചെറക്കൽ കോവിലകത്തെ വലിയ രാജയുടെ വക സംവരണം കിട്ടിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് വിദ്യാഭ്യാസം കിട്ടിയത്. അദ്ദേഹത്തിന് സംവരണം കിട്ടിയത് അദ്ദേഹത്തിൻ്റെ മിടുക്ക് കാരണമാണ്. ഉന്നതനായിട്ടുള്ള വിദ്യാർത്ഥി, തെളിയിക്കപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ്. നമ്മുടെ മുച്ചിലോട്ട് ഭഗവതിയെ പോലെ, മുച്ചിലോട്ട് ഭഗവതിയുടെ ഐതിഹ്യം നമുക്കറിയാം. ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു എന്നുള്ളതാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ ഉത്ഭവം. അതുപോലെ മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾക്ക് ഇവിടെ പറഞ്ഞു വെച്ചതുപോലെ IPS-ഉം IAS-ഉം ഒക്കെ എടുക്കാൻ വേണ്ടി സാധിക്കും. അത് സാധിക്കണം. അതിനും ട്രാക്ട് പോലെയുള്ള സംഘടനകൾ ജാതി വ്യത്യാസമില്ലാതെ എല്ലാവരെയും സഹായിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. ഇന്ന് ചിങ്ങപ്പുലരി വാണിയ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിനം വളരെ സന്തോഷകരവും അഭിമാനവും ധന്യവും പുണ്യവും നിറഞ്ഞ ദിനം. കാരണം 100-ൽ പരം മുച്ചിലോട്ട് ക്ഷേത്രങ്ങളിലെ 200-ൽ പരം ആചാരസ്ഥാനികരെ പുതുവസ്ത്രവും ദക്ഷിണയും നൽകി ഒരു സമുദായം ചേർത്ത് പിടിക്കുന്ന ധന്യവും പുണ്യവുമായ ചടങ്ങ്. സ്വന്തം കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുമ്പോഴും
നാട്ടിൽ ഞങ്ങളുടെ കുലദേവതയെയും ആ കുലദേവത കുടികൊള്ളുന്ന മുച്ചിലോട്ട് ക്ഷേത്രങ്ങളെയും ആ മുച്ചിലോട്ട് ക്ഷേത്രങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരു ജീവിതം മുഴുവൻ മാറ്റിവെച്ച ആചാര സ്ഥാനികരെയും കുറിച്ച് ചിന്തിച്ച് ജീവിതത്തിൻ്റെ ഒരു വലിയ പങ്കും ഒരു വലിയ സമയവും അതിനുവേണ്ടി മാറ്റിവെച്ച് ടാക്ട് ദുബായ് നടത്തുന്ന ഏറ്റവും പുണ്യം നിറഞ്ഞ ആചാര്യ സംഗമം എന്ന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മുച്ചിലോട്ട് ക്ഷേത്രങ്ങളിലെ ആചാരസ്ഥാനികരെ ആദരിക്കുക, അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഏറ്റവും മഹത്തായ ഒരു പ്രവൃത്തിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സംഘടന എപ്പോഴും ആ പുണ്യപ്രവൃത്തിയോടൊപ്പമാണ്. ഇനിയുള്ള വരും കാലങ്ങളിലും സംഘടന അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് നൽകുകയാണ്. അതോടൊപ്പം മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി ഈ ടാക്ട് ദുബായ് ചെയ്തു വരുന്നു എന്നുള്ളത് ഞങ്ങൾ ഹൃദയപൂർവ്വം ഓർക്കുകയാണ്. ലീല ഗ്രൂപ്പിനുള്ള ടാക്ടിൻ്റെ സ്നേഹാദരവ് ഈ വേദിയിൽ വെച്ച് നൽകുകയാണ്. സ്നേഹാദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ലീല ഗ്രൂപ്പിന് വേണ്ടി ക്യാപ്റ്റൻ CP കൃഷ്ണൻ നായരുടെ ജ്യേഷ്ഠൻ്റെ മകൻ കൂടിയായ ശ്രീ സുരേഷ് ചന്ദ്രൻ അവറുകളെ ഏറെ ആദരവോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ സ്നേഹോപഹാരം നൽകുന്നത് ടാക്ടിൻ്റെ പ്രസിഡന്റ് ശ്രീ ഗണേഷ് K നായർ അവറുകളാണ്. ഇതിൻ്റെ മെയിൻ സ്പോൺസറായി ലീല ഗ്രൂപ്പിനെ കൊണ്ടുവരണം എന്നുള്ളത് ആദ്യം കൊണ്ടുവന്നത് എൻ്റെ ഭാര്യ വാസന്തി സുരേഷാണ്. നമ്മൾ ആദ്യത്തെ മീറ്റിംഗ് ഇവിടെ വെച്ച് ഈ ഓഡിറ്റോറിയം അദ്ദേഹം തന്നെ സമർപ്പിച്ചതാണ്, ഇവിടെ ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ സമർപ്പിച്ചതാണ്. അവിടെ വെച്ചിട്ട് നമ്മുടെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് വാസന്തിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, കേട്ടാ നമുക്ക് ആപ്പൻ്റെ ഫോട്ടോ ഇവിടെ കണ്ട സമയത്ത് അതിനകത്ത് ആപ്പൻ്റെ നല്ലൊരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ട്. അത് കണ്ട സമയത്ത് വാസന്തി പറഞ്ഞു, നമുക്ക് ഇതിൻ്റെ മെയിൻ സ്പോൺസറും നമുക്ക് ദിനേഷിനോട് പറഞ്ഞിട്ട് നമുക്കിത് ഇവിടെ തന്നെ ചെയ്യിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അന്ന് രാത്രി തന്നെ ദിനേഷിനെ വിളിക്കുകയും ഞാൻ ഈ കാര്യം അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ, പിന്നെ ശരി സുരേഷ്, കുഴപ്പമില്ല, നിൻ്റെ ഭാര്യ തന്നെയാണല്ലോ അതിൻ്റെ ട്രഷറും എന്നുള്ളത്. അപ്പം ഞങ്ങൾ ഇപ്പം ടാക്ടിനെ കുറിച്ച് അവർ പറഞ്ഞല്ലോ. ഇപ്പം ഞങ്ങൾ അതായത് 18 വർഷം മുമ്പ് ചെറിയ എളിമയായ ഒരു ഇതിൽ തുടങ്ങിയതാണ്. അന്ന് സ്ഥാപക ഡയറക്ടറായി ഞാനും അന്ന് മുതലേ ഉണ്ട്. പിന്നെ ഇപ്പോഴും അതേപോലെ എൻ്റെ ഭാര്യ 2 വർഷം കൊണ്ട് അവർക്ക് സ്ഥാനക്കയറ്റം കിട്ടി ട്രഷററായി, ഇപ്പോഴും ഉള്ള ട്രഷറായി തുടരുന്നുണ്ട്. എന്തായാലും എല്ലാവരുടെ അനുഗ്രഹവും നമുക്കിത് വളരെ ഇത്രയും പ്രൗഢഗംഭീരമായിട്ട് എനിക്ക് തോന്നി. 18 വർഷമായിട്ടും 3-4 വർഷം നമ്മൾ നടത്തിയിട്ടില്ലെങ്കിലും ഇത്രയും പ്രൗഢഗംഭീരമായിട്ട് നമ്മളിന്ന് ചടങ്ങ് ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി വരും വർഷങ്ങളിലും നമ്മുടെ സ്വപ്ന പദ്ധതിയും എല്ലാം ഭംഗിയായി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഇളയച്ചന് അമ്മയുടെ കടാക്ഷം അങ്ങേയറ്റം കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ ഇവിടുന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, അമ്മ ഇളയച്ചനോട് പറഞ്ഞതായിട്ട്, നിന്നെ ഞാൻ വാനോളം വളർത്തുന്നു പറഞ്ഞതായിട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഇളയച്ചനങ്ങ് അത്ര വാനോളം വളരുകയും ചെയ്തിരിക്കുന്നു. അതിൻ്റെയൊക്കെ അഭിമാനം ഞങ്ങൾക്കുണ്ട്. എന്തായാലും വളരെ വളരെ സന്തോഷം. നിങ്ങളുടെയൊക്കെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്തതായി ഈ വേദിയിൽ വെച്ച് സ്നേഹാദരവ് നൽകുന്നത് ടാക്ട് ഒരുക്കിയ ആചാര്യ സംഗമത്തിൻ്റെ കോ സ്പോൺസർ KVR ഗ്രൂപ്പിനുള്ള സ്നേഹാദരവാണ്. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി KVR ഗ്രൂപ്പിന് വേണ്ടി ശ്രീ സുചിത്രാം പാറയിൽ അവരുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ടാക്ടിൻ്റെ രക്ഷാധികാരിയും ഇന്നത്തെ മെയിൻ സ്പോൺസറായ KVR ഗ്രൂപ്പിൻ്റെ MD-യുമായ ശ്രീ കുഞ്ഞിരാമൻ പാറയിൽ അവർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ മകൻ സുചിത്രാം പാറയിൽ ടാക്ടിൻ്റെ ഈ സ്നേഹോപഹാരം ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുകയാണ്. സ്നേഹോപഹാരം നൽകുന്നത് ടാക്ടിൻ്റെ സെക്രട്ടറി ശ്രീ നികേഷ് റാം അവറുകളാണ്. നമസ്കാരം. അച്ഛന് വളരെയധികം വിഷമമുണ്ട് ഇവിടെ ഈ ഒരു പരിപാടിക്ക് എത്തിച്ചേരാൻ പറ്റാത്തതിന്. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്നോട് ഇന്നലെ വിളിച്ച്, ഇന്ന് രാവിലെയും പുലർച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ് പുറപ്പെട്ടിട്ടില്ലേ കോഴിക്കോട്. ഞാൻ പറഞ്ഞില്ല, ട്രെയിനിന് വെയിറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഇവിടെ എത്തി ഇത്രയും ഗ്രാൻഡായിട്ടുള്ള ഫംഗ്ഷൻ, പല ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത്രയും ഗ്രാൻഡായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ടാക്ട് ഇത് ഓർഗനൈസ് ചെയ്ത് കാണുന്നത്. ആൻഡ് ഐ വിഷ് ടാക്ട് എല്ലാ വർഷവും ടാക്ട് ദുബായ് ഇത് എല്ലാ വർഷവും ഇതിനും ഭംഗിയായിട്ട് ഇനി നടത്താൻ പറ്റട്ടെ. താങ്ക് യു വെരി മച്ച്. ಇಂದು ನೀ ಜಯವೋ ಬಾಲೆ ಹಂದ ಗ್ರೀಷ್ಮ ಚೂಳು ಅಂದರಂಗ ನೀರು
परात्परं निरन्तरम् समस्तलोकशङ्करं निरस्तदैत्यकुञ्जरं तरेतरोदरं वरं वरेहवक्त्रमक्षरं कृपाकरं क्षमाकरं मुदाकरं यशस्करं मनस्करं नमस्कृतां नमस्करोमि भास्वरम् नमस्करोमि भास्वरम् किञ्चनातिमार्जनं चिरन्तनोक्तिभाजनं पुरारिपूर्वनन्दनं सुरारिगर्वचर्वणम् प्रपञ्चनाशभीषणं धनञ्जयादिभूषणं कपोलदानवारणं भजे पुराणवारणम् भजे पुराणवारणम्
मुदाकरात् मोदकं सदा विमुक्तिसाधकं कलाधरावतं सकं विलासि लोकरक्षकम् अनायकैकनायकं विनाशितैभदैत्यकं नताशुभाशुनाशकं नमामि तं विनायकम् नमामि तं विनायकम् ഈ പരിപാടിക്ക് കഠിനാധ്വാനം ചെയ്തു പോന്ന എല്ലാ വളണ്ടിയർമാർക്കും മറ്റ് പിന്നണിയുള്ള ഓരോ വ്യക്തിക്കും ഒരാളെയും വിട്ടുപോകാതെ ടാക്റ്റിനുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ആദ്യമായിട്ടും പ്രാർത്ഥന ചൊല്ലിയ സോജനക്കും അങ്ങേറ്റം നന്ദി പറയപ്പെടുന്നു. പിന്നെ ഈ സ്റ്റേജും ഡെക്കറേഷൻ ചെയ്ത എല്ലാവർക്കും, പിന്നെ ഭക്ഷണത്തിന് ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത എല്ലാ ടീമിനും ഇതോടൊപ്പം നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കണം. എല്ലാവർക്കും ഒന്നുകൂടെ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. ॐ हैं ह्रीं श्रीं श्रीमात्रे शिवप्रियायै नमो नमः. ॐ हैं ह्रीं श्रीं श्रीमात्रे शिवप्रियायै नमो नमः.
शाम्भवी चन्द्रमौळिरबलाभरणा उमा पार्वते काली हैमवती शिवा त्रिनयनी कात्यायनी भैरवी सावित्री नवयौवना शुभकरी साम्राज्य लक्ष्मी प्रदा चित्रूपी परदेवता भगवती श्री राजराजेश्वरी रूपं देहि जयं देहि यशो देहि द्विषो जहि 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 Om
करी पराभय करी सौंदर्य रत्नाकरी प्रत्यक्ष माहेश्वरी याचन वंश पावन करे का